ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി തക്കാളി ചോറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായി ഒരു പാൻ എടുത്ത് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് അതിന് പകരം വെളിച്ചെണ്ണയായാലും യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 4 വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സവാള നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 6 പേർക്കുള്ള തക്കാളി ചോറാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 സവാള എടുത്തത്. നിങ്ങൾ അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിൽ കുറച്ചുകൂടെ സവാളയുടെ എണ്ണം കുറച്ചുകൂടെ കൂട്ടണം. അപ്പോൾ ഇപ്പോൾ സവാള ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാള ഏകദേശം ചെറുതായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ഇടേണ്ടത്. നമ്മുടെ എരിവിനനുസരിച്ചാണ് ഇടേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. ഇനിയും കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ മാക്സിമം നമുക്ക് 4 പച്ചമുളക് വരെ ഇട്ടാൽ മതിയായിരിക്കും 6 പേർക്ക് വേണ്ടി. ഇത് അത്യാവശ്യം നല്ല 3 പച്ചമുളക് ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് മസാലകളാണ് ഇടേണ്ടത്. അപ്പോൾ ആദ്യം ഇടേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയാണ് നമ്മൾ മസാലകൾ ഇടുന്നത്. ഇതിട്ടതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ ഒരു പച്ച മണം ഒന്ന് മാറണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയാണ് ഇടേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് 5 തക്കാളിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 6 പേർക്കുള്ള ചോറിന് ഒരു 4-5 തക്കാളി മിനിമം നമ്മൾ ഇട്ടിരിക്കണം. അതിലൊരിക്കലും കുറയാൻ പാടില്ല. കുറഞ്ഞാൽ നമുക്ക് ആ ഒരു തക്കാളിയുടെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും കിട്ടത്തില്ല. ഇനി ഇത് കൂടുതൽ ഇടുവാണെങ്കിലും നമുക്ക് ആ ഒരു തക്കാളിയുടെ പുളി മുന്നിൽ നിൽക്കും, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ തക്കാളി പെട്ടെന്ന് വേവാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് കൊണ്ട് അടച്ചു വെക്കും. അപ്പോൾ ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടപ്പ് മാറ്റാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ആ തവിയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു കുറച്ച് 1/4 ടീസ്പൂണിന് ഓളം ഉപ്പ് ഇട്ടിട്ടുള്ളൂ. കാര്യം നമ്മളിനിയും അരി വേവിക്കുമ്പം അതിനകത്ത് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് 1/4 ടീസ്പൂൺ മാത്രം ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ അരി വേവിക്കുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി വേവിക്കാൻ വേണ്ടി ഞാൻ 7 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ടോട്ടൽ ഞാൻ 4-4.25 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4.25 കപ്പ് അരിക്ക് 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ടോട്ടൽ 7 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഈ തക്കാളി ചോറിൻ്റെ കൂടെ ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ആണ് സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വേവിച്ച വെള്ളവും കൂടി ഈ ഒരു വെള്ളത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വെള്ളം കൂടെ കൂട്ടിയാണ് 7 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചേക്കുന്ന അരി 4.25 കപ്പ് അരി കഴുകി വെച്ച് ഒരു അരമണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചായിരുന്നു. ആ അരി നമ്മളിനി ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇടുവാണ്. തിളച്ച വെള്ളത്തിലേക്കാണ് ഇടേണ്ടത്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെക്കാം. വിസിലും കൂടി ഇട്ടിട്ട് കുക്കർ ഫുള്ളായിട്ട് അടയ്ക്കുകയല്ല, ജസ്റ്റ് ആ ഒരു കുക്കറിൻ്റെ അടപ്പ് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് വെച്ചാൽ മതി. നമ്മുടെ ഈ ഒരു അരിയുടെ വെള്ളം പറ്റി പോകുന്നത് വരെ നമുക്കിത് വെച്ചാൽ മതി. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വെള്ളം മൊത്തം പറ്റിപ്പോകാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്.
ഇതൊരു 85% കുക്കായാൽ മതി. അപ്പോൾ അത്രയും നമ്മുടെ അരി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതെല്ലാം മിക്സിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കുക്കറിനകത്ത് തന്നെ, അരി വേവിച്ച കുക്കറിനകത്ത് തന്നെ ഞാനിപ്പം തക്കാളിയെല്ലാം കൂടി ഇടുവാണ്. തക്കാളിയുടെ ആ ഒരു മിക്സ് ഇട്ടതിന് ശേഷം നമ്മുടെ കുറച്ച് അരി ആദ്യം ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ അരിയും കൂടി ഒരുമിച്ച് ഇട്ടാൽ മതി. പക്ഷേ കുറച്ച് അരി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ച് എളുപ്പം, എല്ലാം കൂടെ പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയത്. എന്നിട്ട് ഞാനൊരു 2 തവി യൂസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി ബാക്കി അരിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ അരിയും തക്കാളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ അതേപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഒരു 3 മിനിറ്റോളം നേരം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി കയറ്റുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാവും. ഇതിൽ നെയ്യ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. തക്കാളി ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി സൈഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ തന്നെയാണ്. അപ്പോൾ അത് ചെയ്യുവാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇടുക. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ ഉപ്പും വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിനകത്ത് ഒരു വിസിൽ അടുപ്പിച്ചായിരുന്നു. അതിനുശേഷം ഈ ചിക്കനിലേക്ക് മുളക് പൊടി, ഗരം മസാല, തൈര്, ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റാകാൻ വെച്ചായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു ചിക്കൻ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കൻ പീസസും ഇതിലേക്ക് ഫ്രൈ ചെയ്യാനിട്ടു. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ശരിക്കും തക്കാളിച്ചോറിന് നിർബന്ധമില്ല. നിങ്ങൾക്ക് തക്കാളിച്ചോറും തൈരും പപ്പടം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. പിന്നെ നോൺ വെജ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ അതും ഇതിൻ്റെ കൂടെ നല്ലൊരു മാച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് 2 സൈഡും. ഇനി നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറും ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു ഈസി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.